അങ്ങനെ ഞാനിതവിടെ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിൻ്റെയും പത്തിരീൻ്റെയൊക്കെ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/4 കപ്പ് റവ നമുക്ക് വറുത്തതായാലും അതുപോലെ തന്നെ വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. അതൊരു 1/4 കപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മധുരം ബാലൻസിന് വേണ്ടിയിട്ട് നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ മൂന്നും കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അപ്പോഴത്തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിനൊരു ടേസ്റ്റിനും ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാളികേരക്കൊത്ത് റെഡിയാക്കണമല്ലോ. അപ്പോൾ അത് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നാളികേരക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി വറുത്ത് വരണേ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇപ്പുറത്ത് ശർക്കരയും കൂടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ആ ശർക്കര പാനിയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തണുക്കാൻ വെക്കേണ്ട, നമുക്ക് ആ ചൂടിൽ തന്നെ നമുക്കത് ഒഴിക്കണം. അത് കുറേശ്ശെ ഇങ്ങനെ ഒഴിക്കണം. കാരണം പെട്ടെന്ന് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലൂസ് കൂടുതലായി പോകും. അപ്പോൾ നമ്മളത് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു നുള്ളു ജീരകവും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ആകെ ഒരു 3 ഏലക്കായ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടെ കുത്തിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഈ വറുത്ത നാളികേരക്കൊത്ത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിൽ തന്നെ നാളികേരം വറുക്കണം. ഇനിയിപ്പോൾ നെയ്യില്ലാന്നുണ്ടെങ്കിൽ ലേശത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാക്കിയാലും മതി. പക്ഷെ നെയ്യിൽ വറുത്താലാണ് വേറൊരു ടേസ്റ്റ് കേട്ടോ, പ്രത്യേക ടേസ്റ്റ്. അങ്ങനെ ഇതുപോലെ ആയിട്ടോ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ. കാരണം ചൂടുള്ള ശർക്കര പാനി ഒഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് മാവൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറേ നേരം വേവിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം, ഉണ്ണിയപ്പം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.